വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പതേ. ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരീ. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ബ്രഹ്മണ്യദേവായ. ഓ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ കൂട്ടത്തില് ഭാഗവതം വായിച്ച അനുഭവം ആർക്കെങ്കിലുണ്ടോ? ശ്രീമദ് ഭാഗവതം അധികമില്ല, കുറച്ചൊക്കെ. ഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് നല്ല ഒരു കഥയുണ്ട്. നമ്മുടെ ഭാരതം ഭരിച്ച അവസാനത്തെ ചക്രവർത്തി, അല്ലെങ്കിൽ കുരു സമ്പ്രദായത്തിൽ കൗരവന്മാരിൽ വന്ന അവസാനത്തെ രാജാവ് പരീക്ഷിത്താണ്. ഈ പേര് കേട്ടിട്ടുണ്ടാവും, പരീക്ഷിത്ത് അമ്മയുടെ വയറ്റിനകത്തിരുന്നാണ് ഭഗവാനെ കാണുന്നത്. പരീക്ഷിത്ത് അമ്മയുടെ ഗർഭത്തിലുള്ളപ്പോൾ നമ്മളെല്ലാവരും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ? അപ്പോ 5-ാം മാസം വരെ കുഞ്ഞ് ഉറങ്ങിയിരിക്കും. ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ടെസ്റ്റക്കാലുണ്ട്. 5-ാം മാസം വരെ കുട്ടി ഉറങ്ങിക്കിടക്കും അമ്മയുടെ വയറ്റിൽ. അത് കഴിഞ്ഞാൽ കുഞ്ഞിന് ബോധമുണരും. അത് കഴിഞ്ഞ് അമ്മ ചെയ്യുന്നതെല്ലാം കുഞ്ഞ് ഗ്രഹിക്കാൻ തുടങ്ങും. പ്രഹ്ലാദൻ ഭാഗവതം എവിടെ ഇരുന്നാ കേട്ടത്?
പ്രഹ്ലാദൻ എവിടെ നിന്നാ ഭാഗവതം പഠിച്ചത്? അമ്മയുടെ ഗർഭത്തിനകത്തിൽ. പരീക്ഷിത്തല്ല, അഭിമന്യു ചക്രവ്യൂഹത്തിനെ കുറിച്ച് എവിടെ നിന്നാ പഠിച്ചത്? അമ്മയുടെ സുഭദ്രയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോഴാണ്. 5-ാം മാസം കഴിഞ്ഞാൽ കുട്ടി ഓർമ്മ വയ്ക്കും. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് സ്പോഞ്ചിനെ പോലെയാണ്. സംസ്കൃതത്തിൽ അനുകരണം, അനുസരണം, ഇത് രണ്ടും മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അനുസരണ ഇല്ല എന്നൊക്കെ പറയില്ല. അനുസരണ, അനുകരണ. അനുസരണ എന്ന് പറഞ്ഞാല് ഫോളോയിങ്, പറഞ്ഞതനുസരിക്കുക. അനുകരണ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക. ഇമിറ്റേഷൻ എന്ന് പറയും മലയാളത്തിൽ അനുഗമിക്കുക, അനുകരിക്കുക. അനുസരിക്കുക, അനുകരിക്കുക, രണ്ടും വ്യത്യാസം. കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. നമ്മൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യും. എല്ലാവരും വീട്ടിലും കുട്ടികൾ അവരെ ചെരുപ്പിടാതെ അച്ഛൻ്റെ ചെരുപ്പിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർക്കൊരു കുട്ടി ചെരുപ്പുണ്ട്, കളർ ലൈറ്റൊക്കെ വരുന്നു, ചിലപ്പോൾ നടക്കുമ്പോൾ ശബ്ദമൊക്കെ വരുന്ന ചെരുപ്പുണ്ട്. അതിടില്ല. ആരുടെ ചെരുപ്പെടുത്തിടും? അച്ഛൻ്റെ ചെരുപ്പ്, വലിയവരുടെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കും. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് അങ്ങനെ പ്രതിഫലിക്കും. ആരില്? അപ്പോ 5-ാം മാസം ബോധം ഉണർന്നാൽ പിന്നെ കുഞ്ഞിന്റെ സ്വഭാവം രൂപീകരിക്കുകയാണ്. എങ്ങനെയാണ്? അമ്മ ചെയ്യുന്നതാണ് ആരുടെ സ്വഭാവമായി മാറുന്നത്? കുഞ്ഞിന്റെ സ്വഭാവമായി മാറും. അപ്പൊ കുഞ്ഞിന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ആരെ തല്ലണം? കാരണം അവർ ചെയ്യുന്നതാണല്ലോ കണ്ട് പഠിക്കുന്നത്. ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അതിന്റെ ബോധം രൂപപ്പെടുന്നത് അച്ഛനമ്മ ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പൊ പരീക്ഷിത്ത് വയറ്റിൽ കിടന്നപ്പോഴാണ് അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയക്കുകയും ഈ ഉത്തരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത് ശക്തരായ പാണ്ഡവര് നിൽപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും ഉത്തര കൃഷ്ണനെ നോക്കി ഓടി. ഭാഗവതത്തിൽ നല്ല ഒരു ശ്ലോകമുണ്ട്. അതാണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സന്താന ഗോപാല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മന്ത്രം. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പോയി പൂജയൊക്കെ ചെയ്യാറില്ലേ? അല്ലേ? എൻ്റെ മകൻ നന്നായിരിക്കണം, പരീക്ഷയിൽ പാസ്സാവണം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോയി പൂജ കഴിക്കാം. പൂജ കഴിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ചൊല്ലുന്ന ശ്ലോകമാണ് അന്ന് ഉത്തര ഭാഗവതത്തിൽ പാടിയതാണ്. കാരണം ഉത്തരയുടെ ഗർഭത്തിൽ കുഞ്ഞുണ്ട്. ആരാണ്? പരീക്ഷിത്ത്. അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയച്ചു. ഇപ്പൊ ആ കുഞ്ഞിന് ദോഷമാണ്. 2 കൈയും തൂക്കിക്കൊണ്ട് ഉത്തര ഓടി. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗത്പതേ നാണ്യം ത്വത് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. കൃഷ്ണ, ഞാൻ മരണത്തിനെ കൺമുമ്പേ കാണുകയാണ്. അങ്ങല്ലാതെ വേറെ ആർക്കും എന്നെ രക്ഷിക്കാം? മരണത്തിനെ ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റും? മരണം ഉറപ്പാണ്. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് കുഴപ്പം വന്നാലും പ്രശ്നം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമില്ല, ആർക്ക് ദോഷം വരരുത്? പരീക്ഷ. അപ്പൊ കൃഷ്ണൻ ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ ഉത്തരയുടെ വയറ്റിനകത്ത് കയറി ബ്രഹ്മാസ്ത്രത്തിനെ തടഞ്ഞു. വയറ്റിനകത്തിരുന്ന് തന്നെ ആ കുഞ്ഞ് ഫസ്റ്റ് ആരെ കണ്ടു? കൃഷ്ണനെ കണ്ടു. അത്ര സൗന്ദര്യം, തേജസ്വി, ജ്വലിക്കുന്നു കുഞ്ഞ്. ആ കൃഷ്ണൻ കണ്ണുകളെല്ലാം താമരകൾ പോലെ ചെവിവരെ നീണ്ടു ചുരുണ്ട മുടി. അതിനുശേഷം ഈ കുട്ടി ജനിച്ചതിന് ശേഷം ആരെ കണ്ടാലും കമ്പയർ ചെയ്യും. ആ വയറ്റിനകത്ത് കണ്ട ആളാണോ ഇതന്ന് കണ്ടതാണോ? കാണുന്നവരെല്ലാം അന്വേഷിക്കും. എല്ലാവരെയും പരീക്ഷിച്ച കൊണ്ടാണ് ആ കുട്ടിക്ക് എന്ത് പേര് കിട്ടിയത്? പരീക്ഷിച്ചു. എന്താ അന്വേഷിക്കുന്നത്? കൃഷ്ണനാണോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ ആ കുട്ടി ആണ് അവസാനത്തെ രാജാവ്. യുധിഷ്ഠിരൻ, പരീക്ഷത്തിനെ, ചക്രവർത്തി, അവരെല്ലാം പോയി. അവസാനം കുരുവംശത്തിൽ ഉണ്ടായിരുന്ന രാജാവ് ആരാ? പരീക്ഷിത്.
അതേപോലെ ഈ വൃന്ദാവന പ്രദേശം ഭരിച്ച രാജാവ് വജ്രനാഭൻ. കൃഷ്ണന്റെ മകൻ ആരാണ്? ഓർമ്മയുണ്ടോ? കൃഷ്ണ ഭഗവാന്റെ മൂത്ത മകൻ ആരാണ്? പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ മകൻ ആരാണ്? അനിരുദ്ധൻ. അനിരുദ്ധന്റെ മകനാണ് വജ്രനാഭൻ. ഈ വൃന്ദാവനം, ഈ മധുര മണ്ഡലം ഇവിടെയൊക്കെ ഭരിച്ച അവസാനത്തെ രാജാവ വജ്രനാഭൻ. തന്റെ മുത്തശ്ശൻ കൃഷ്ണൻ ലീലകളാടിയ സ്ഥലത്തെല്ലാം ചെന്ന് അമ്പലം പണിതു. അങ്ങനെ 5000 അമ്പലമാണ് ആ വ്യക്തി പണിതത്. എത്ര? സ്വന്തമായിട്ട് വീട് വെച്ച അനുഭവം ഉണ്ടല്ലോ. അവസാനം ഇതൊക്കെ എനിക്ക് തീർന്നു കിട്ടിയാ മതിയെന്ന് തോന്നും അല്ലേ? ഇദ്ദേഹം വജ്രനാഭ മഹാരാജാവ് 5000 ക്ഷേത്രങ്ങൾ പണിതു. അതിൽ 3000 ക്ഷേത്രങ്ങൾ ഔറംഗസേബ് തല്ലിപ്പൊളിച്ചു. ഔറംഗസേബ് 600 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ രാജാവായിരുന്ന കാലത്ത് എത്ര അമ്പലം തല്ലിപ്പൊളിച്ചു? 3000 ക്ഷേത്രങ്ങൾ തല്ലിപ്പൊളിച്ചു. അപ്പോ ചക്രവർത്തി പരീക്ഷിത്തും മധുര മണ്ഡലത്തിന്റെ രാജാവ് വജ്രനാഭനും. മനസ്സിലായോ? കൊച്ചു രാജാക്കന്മാര്, നാട്ടുരാജാക്കന്മാരുണ്ടാവും. പിന്നെ അവരുടെയൊക്കെ മേലെയാണ് ആരുള്ളത്? ചക്രവർത്തി. അപ്പൊ ഭാരതം ഭരിച്ച ചക്രവർത്തി ആരാണ്? ആ സമയത്ത് ഭാരതം ഭരിച്ച ചക്രവർത്തി ആരാണ്? പരീക്ഷിത്ത്. ഈ മധുര മണ്ഡലം ഭരിച്ച കൊച്ചു രാജാവ് ആരാണ്? വജ്രനാഭൻ. വജ്രനാഭൻ ആരാ? ഭഗവാന്റെ പേരക്കുട്ടിയല്ല, അതിന്റെ അടുത്തത്. എന്ത് പറയും? മകന്റെ എന്ന് പറയും. പൗത്രൻ അല്ലേ? അതല്ലേ പേരക്കുട്ടിയാണ് പൗത്രൻ. പിന്നെ അതിന്റെ അടുത്ത തലമുറയ്ക്ക് എന്ത് പറയും? പ്രപൗത്രൻ. ശരി, ഓക്കെ. അപ്പൊ വജ്രനാഭൻ. പരീക്ഷിത്ത് ആരാണ്? അർജുനന്റെ മകന്റെ മകൻ. അർജുനന്റെ മകൻ അഭിമന്യു. അഭിമന്യുടെ മകൻ നാളെ എല്ലാം മറന്നു പോവോ? അപ്പോ ഇവര് അന്ന് ഈ കൃഷ്ണൻ ലീലകളാടിയെല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വൃന്ദാവനം എന്നൊക്കെ. പക്ഷെ ഈ വൃന്ദാവനത്തിനെയൊക്കെ രൂപീകരിച്ചത് ഇവരാണ്. കാരണം പരീക്ഷിത്തും വജ്രനാഭനും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണനെ കണ്ടവർ ആരും തന്നെയില്ല. കൃഷ്ണ കഥകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ കൃഷ്ണനെ കണ്ടവരാരുമില്ല. ഉത്തര മാത്രമാണ് കൃഷ്ണനെ കണ്ട ഏക വ്യക്തി. ഉത്തര ആരാ? പരീക്ഷത്തിന്റെ അമ്മ. ആരുടെ ഭാര്യ? അഭിമന്യുടെ ഭാര്യ. ഉത്തര മാത്രമേ. അപ്പൊ ഈ 2 രാജാക്കന്മാരും ഉത്തരയെടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കും. കൃഷ്ണന്റെ ലീലകൾ എന്താണ്? അതായത് കൃഷ്ണലീലകൾ നിരന്തരം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു ആനന്ദമുണ്ടാകും. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏക മാർഗം. ഇപ്പൊ ഇവിടെ എത്ര പേര് കൂടിയിട്ടുണ്ട്? ആർക്കെങ്കിലും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ആർക്കും. എത്ര പേര് ഗുളികയും മരുന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്? ആർക്കില്ല മരുന്നൊക്കെ? മരുന്ന് മുട്ടുവേദന, കല്ലുവേദന, തലവേദന അല്ലേ? ചിലരൊക്കെ മരുന്ന് തന്നെ ഭക്ഷണമായി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ എന്തൊക്കെ തന്നെ, അതായത് ഒരു മഹാ ആചാര്യൻ പറഞ്ഞു, മൂഢാ ദുർമതേ കിം രസായണം ഇഹാ. അസുഖം വന്നാല് നീ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? കാരണം ഭൂമിയിൽ അസുഖത്തിനെ മാറ്റുന്ന മരുന്നുകളില്ല, അസുഖത്തിനെ നീക്കി വെക്കുന്ന മരുന്നുകളേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ തലവേദന, ഞാൻ അതിന്റെ മരുന്ന് കഴിച്ചാൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ തലവേദന വരാൻ പാടില്ല. അതല്ലേ സൊല്യൂഷൻ? ഇല്ലേ? അപ്പോ അസുഖങ്ങളെ മാറ്റുന്ന മരുന്നിനെയാണോ കണ്ടുപിടിച്ചിരിക്കുന്നത്? അല്ല, അസുഖങ്ങളെ നീക്കി വെക്കുന്ന മരുന്ന്, ഇല്ലാതാക്കുന്ന മരുന്നാണോ
അല്ല നീക്കി വെക്കുന്ന മരുന്നാണോ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇല്ലാതാക്കുന്ന മരുന്നിൽ ഉണ്ടോ? ആർക്കെങ്കിലുണ്ടോ? മുട്ടുവേദന, ഞാനൊരു കുഴമ്പ് പുരട്ടി, എന്നാൽ എനിക്ക് ജീവിതത്തിൽ മുട്ടുവേദന വരാൻ പാടില്ല അല്ലേ? അതല്ലേ സൊല്യൂഷൻ? ഇന്ന് വരെ അങ്ങനെ ഒരു മരുന്നില്ല. എല്ലാം നീക്കി വെക്കുന്ന മരുന്നുകളേ ഉള്ളൂ. ശരിയാണോ തെറ്റാണോ? ഇല്ലേ? അതുകൊണ്ട് ആചാര്യന്മാർ ചോദിക്കുക, മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ അസുഖം ഇല്ലാതാകുന്നില്ല, അസുഖം കുറച്ചു കാലത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നീക്കി മാറ്റി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അത് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. ഞാൻ പറയുന്നത് സമ്മതിക്കുന്നോ? പക്ഷെ കൃഷ്ണകീർത്തനം ആത്മീകമാണ്, പൂർണ്ണമായ ഒരേ ഒരു ഉത്തരം. ഇവിടെ ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ? ആരും നിങ്ങൾ ഈ ഡോക്ടർമാരെ കയ്യക്ഷരം കണ്ടിട്ടുണ്ടോ? വായിക്കാനേ പറ്റില്ല. അത് അവർ പ്രത്യേക ട്രെയിനിങ് കിട്ടുന്നതാണെന്തോ, ആരും വായിക്കാതിരിക്കാൻ വേണ്ടി. അത് നമുക്ക് ആദ്യത്തെ ഒരു അക്ഷരം കാണാം, പിന്നെ ഇങ്ങനെ ഒരു വള്ളിച്ചെടി പോലെ കാണും, പിന്നെ ഒന്നും കാണില്ല. ഈ മരുന്ന് കടക്കാർ എങ്ങനെ കൊടുക്കുന്നു എന്നറിയില്ല. ഈ പ്രിസ്ക്രിപ്ഷനും കൊണ്ടുപോയി ഒരു മരുന്ന് കടയിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഈ മരുന്ന് ഇപ്പം ഇല്ല, 2 ആഴ്ചയിൽ വരും. ശരി. അടുത്ത കടയിൽ പോയപ്പോൾ അയാൾ പറഞ്ഞു, അതേ കമ്പനി ഇല്ല, അതിൻ്റെ വേറെ ഒരു കമ്പനി ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. മൂന്നാമത്തെ മരുന്ന് കിടക്കാരൻ ഇതുപോലെ എന്തോ പറഞ്ഞു. അപ്പം ഈ രോഗിക്ക് സംശയം വന്നിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു, സാറേ അങ്ങ് തന്ന കുറിപ്പിൽ 4 മരുന്നുണ്ട്, 3 എണ്ണം കിട്ടി, 4ാമത്തേന് ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അത് മരുന്നല്ല, പേന തെളിയാത്തോണ്ട് ഞാൻ ഒന്ന് വരച്ചതാണ്. ഭാഗവതം പറയുന്നു, വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരുമാണ് ഈ ലോകം. ഇപ്പൊ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കാണല്ലോ, നമ്മളെല്ലാം കാണും. ഭാരതത്തിൽ 10ഓ 12ഓ കമ്പനി മാത്രമാണ് മദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ സർക്കാർ 150 കോടി ജനങ്ങളുടെ അടുത്ത് കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഈ 10 കമ്പനിയെടുത്ത് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ? ഏതാണ് എളുപ്പം? 150 കോടി ജനത്തിന്റെ അടുത്ത് കുടിക്കല്ലേ പുക വലിക്കല്ലേ എന്ന് പറയുന്നതാണോ എളുപ്പം? ഈ 4-5 കമ്പനി എടുത്ത് ഉണ്ടാക്കല്ലേ എന്ന് ഏതാണ് എളുപ്പം? അത്രയല്ലേ ഉള്ളൂ. കിട്ടാതെ വരുമ്പോൾ അവ എവിടെ നിന്ന് വലിക്കാനും കുടിക്കാനും സർക്കാർ ചെയ്യോ? ചെയ്യില്ല. അവർ പറയുമെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ്? എല്ലാവരും കുടിക്കണം. വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരും ഉള്ള ഒരു കാലം. അപ്പൊ പരീക്ഷിച്ച് എന്ത് ചെയ്തു? ഒരു ദിവസം നായാട്ടിന് വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു അരൂപിയായ ഒരു മനുഷ്യൻ, കാണാൻ വികൃത സ്വരൂപം, എന്നാൽ രാജാവിനെ പോലെ വേഷം ഇട്ടിരിക്കും, കാണാൻ കൊള്ളത്തില്ല. അയാൾ എന്ത് ചെയ്യുന്നു? ഒരു പശുവിൻ്റെയും കാളയുടെയും 3 കാലുകൾ തല്ലി പൊട്ടിച്ച് 4ാമത്തെ കാലും പൊട്ടിക്കാനുള്ള ശ്രമം. ഇത് കണ്ട പരീക്ഷിത്ത് രാജന് സങ്കടം തോന്നി, രഥത്തിൽ നിന്ന് ചാടി ആ വ്യക്തിയെ പിടിച്ച് മാറ്റി ഈ പശുവിനെയും കാളയും സമാധാനിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു, പരീക്ഷിത്, ഞാൻ ഭൂമിദേവിയാണ്, കലികാലം തുടങ്ങി എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒരു വീട് ഒരു കൂര നിൽക്കണമെങ്കിൽ 4 തൂണ് വേണമല്ലോ അല്ലേ? ഇപ്പൊ പിന്നെ ഒരു തൂണിലൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാലും പൊതുവെ ഒരു കൂര നിൽക്കണമെങ്കിൽ എത്ര തൂണ് വേണം? 4 തൂണ് വേണം. ഒന്ന് ദയ, ഇനി ഒന്ന് തപസ്യ, ഇനി ഒന്ന് സത്യസന്ധത, ഇനി ഒന്ന് പരിശുദ്ധി. ഇത് 4ഉം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അസുഖമോ ദുഃഖ ദുരിത രോഗം ഒന്നും വരത്തില്ല. എന്തൊക്കെയാണ്? ദയ, സത്യസന്ധത, തപസ്യ, പരിശുദ്ധി. കലികാലം ആയിക്കഴിഞ്ഞു പരീക്ഷിത്ത് രാജൻ. കലികാലത്തിൽ മത്സ്യമാംസം കഴിക്കുന്നവർ കൂടിക്കൊണ്ടേയിരിക്കും, ദയ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. കേരളത്തിൽ എല്ലാവരും കഴിക്കുന്നില്ലേ? എല്ലാ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിൽ ഭാരതത്തിലെ വെച്ച് ഏത് സംസ്ഥാനമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്? നമ്മുടെ പൊന്ന് കേരളമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോൺ വെജ് കഴിക്കുന്നവരുണ്ടോ? 5 ദിവസത്തിൽ റെഡിയാവണം, ഒഴിവാക്കണം.
ക്രമേണ ഇതൊക്കെ കുറച്ച്, കാരണം ശാസ്ത്രം നിഷേധിക്കുന്ന ഒന്നാണ്. മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത് ദയ നഷ്ടപ്പെടുത്തും. സത്യമാണ്. ഇപ്പൊ നമ്മളൊരു കാറിൽ പോകുന്നു, പെട്ടെന്ന് ഒരു ആട് കുറുകെ ചാടി കാർ ഇടിച്ചു, അറിയാതെ നമ്മൾ സ്വാഭാവികമായി എന്നൊക്കെ ഒരു അനുകമ്പ ഉണ്ടാവില്ലേ? പക്ഷെ അതേ ആടിനെ കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കും, അനുകമ്പ ഉണ്ടാവോ? ഇല്ല. ദയ, മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെടും? ക്രമേണ ദയ. ഇംഗ്ലീഷിൽ പറയാറില്ലേ, യു ആർ വാട്ട് യു ഈറ്റ്. നീ എന്ത് കഴിക്കുന്നുവോ അത് നിന്റെ ബോധത്തിൽ പ്രതിഫലിക്കും. ശരി, അങ്ങനെ കലിയുഗത്തിൽ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവർ കൂടുന്ന കൊണ്ട് ദയ നഷ്ടപ്പെടും. അടുത്തത് എന്താണ്? 4 സ്വഭാവത്തില് തപസ്യ. ഈ തപസ്യ എപ്പോൾ നഷ്ടപ്പെടും എന്ന് വെച്ചാല്, തെറ്റായ ബന്ധങ്ങൾ, അത് കലികാലത്തിൽ കൂടി വരാണ്. എന്താ പറയുക, ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളെല്ലാം പത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായിക്കാറുണ്ടല്ലോ അല്ലെ? വിവാഹത്തിന് പുറമേ ഉള്ള ബന്ധങ്ങളും തെറ്റായ ബന്ധങ്ങളും, ഇതിൽ കൂടെ ഒരു മനുഷ്യന്റെ തപോബലം ഇല്ലാതാണ്. 3-ാമത്തത് പരിശുദ്ധി. ഏതൊക്കെയാ? മദ്യപിക്കുക, പുകവലിക്കുക, ഇതിലെല്ലാം നമ്മുടെ അകശുദ്ധി, നമ്മുടെ ഉള്ളിലത്തെ ശുദ്ധി നഷ്ടപ്പെടും. അതിനിപ്പോ എന്തൊക്കെയോ കേരളത്തിൽ നിങ്ങൾ വായിക്കാറില്ലേ? ഇപ്പൊ പുതിയ ഈ മറ്റേ എന്താ പറയാ, സ്കൂൾ കുട്ടികളെയൊക്കെ പിടിച്ചു വെച്ചിരിക്കല്ലേ? സാറിന് നല്ല പരിചയമുണ്ടല്ലോ. അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ കുട്ടികളുടെ കയ്യിൽ വരെ എത്തിക്കഴിഞ്ഞു ഇല്ലേ? ഇനി 4-ാമത്തത് സത്യസന്ധത. അപ്പൊ ഈ പശുവും കാളയും പറഞ്ഞു പരീക്ഷത്ത് രാജൻ, കലികാലത്തിൽ 3 എണ്ണവും പോയി. തപസ്യ പോയി, പരിശുദ്ധി പോയി, ദയ പോയി. ആകെ ഒറ്റ തൂണിലാണ് ഈ പൂര ചരിഞ്ഞ് ആടി നിൽക്കുന്നത്. ഏത്? സത്യസന്ധത. അത് സത്യസന്ധത എന്ന് വെച്ചാൽ ഏതാ? ഭാഗവതവും ഹരിനാമവും. ആ ബ്രഹ്മഭുവന പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെ എല്ലാവരും മായയിലാണ്. സിനിമയും സീരിയലും കണ്ട് കരയുന്നവരാരെങ്കിലും ഉണ്ടോ? കരയാറില്ല? ചെറുതായിട്ട് കാണാറില്ല, അതുകൊണ്ട് അല്ലേ? നമുക്ക് നന്നായിട്ടറിയാം അത് വെറും ഒരു അഭിനയമാണ്. എനിക്കും അഭിനയം ഒരു ബന്ധവുമില്ല, അതൊരു കഥാപാത്രം. അതിൽ അഭിനയിക്കുന്ന ആൾക്കും കഥയ്ക്കും ഒരു ബന്ധവും ഇല്ല. അയാൾ അഭിനയിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകും, നമ്മൾ നോക്കിയിരുന്ന് കരയുകയും ചെയ്യും അല്ലേ? മായാലോകം. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് വിചാരിക്കുക, അത് കലികാലത്തിൽ കൂടുതലാണ്. അപ്പോ ഹരിനാമവും ഭാഗവതവും മാത്രമാണ് സത്യമുള്ളത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരാർക്ക് പറഞ്ഞു കൊടുത്തു? ഈ പശുവും കാളയും ഭൂമിദേവിയും അവർ വന്നിട്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പരീക്ഷിത്ത് എന്ത് ചെയ്തു? നേരെ തൻ്റെ സുഹൃത്തായ വജ്രനാഭന്റെ അടുത്ത് വന്നിട്ട്, ഭാഗവതം എന്ന ഒരു സത്യം മാത്രമേ, ഹരിനാമം മാത്രമേ ഉള്ളൂ, അപ്പൊ അത് നമ്മൾക്ക് സ്ഥാപിക്കണം. അതുകൊണ്ട് ഇവിടെ എവിടെയെല്ലാം കൃഷ്ണലീലകൾ നടന്നു, ഭാഗവതത്തിൽ മൊത്തം 12 സ്കന്ധം കേട്ടിട്ടുണ്ടാകും. എത്ര ശ്ലോകമാണ് ഭാഗവതത്തില് അറിയാമോ? 18,000 ശ്ലോകം, 12 സ്കന്ധം. ഏറ്റവും വലിയ സ്കന്ധം ഏതാണ്? ദശമസ്കന്ധം, കൃഷ്ണ ഭഗവാന്റെ കഥകൾ. ഇപ്പോ ഞാൻ സംസാരിക്കുന്നതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അയ്യോ ഇതൊന്നും നമുക്ക് ഒരു പരിചയമില്ലാത്ത കാര്യമാണ്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. 4-5 ദിവസം കൊണ്ട് എല്ലാം പരിചയപ്പെടാം. കൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇവര് 2 പേരും എന്ത് ചെയ്തു? കൃഷ്ണ ഭഗവാൻ എവിടെയൊക്കെ ലീലകളാടി, ഇവിടെ എന്തൊക്കെയാ ചെയ്തത്, ഭഗവാൻ അവതരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്, കൃഷ്ണൻ ആരാണ്, ഇത് സ്ഥാപിച്ചത് ഇവർ 2 പേരാണ്. ആ 2 പേര്? പരീക്ഷിത്തും വജ്രനാഭ മഹാരാജ. അങ്ങനെ കൃഷ്ണ ഭഗവാൻ അവതരിച്ചത്, കൃഷ്ണൻ ജനിച്ചത് എവിടെയാണ്? മഥുരയിൽ. എവിടെയാണ്?
കൃഷ്ണൻ എവിടെയാ ജനിച്ചത്? ജയില്, പ്രിസൺ, കാരാഗ്രഹത്തിലാണ് കൃഷ്ണ ഭഗവാൻ ജനിച്ചത്, മഥുരയിൽ. രാത്രിക്ക് രാത്രി അവിടുന്ന് ഗോകുലത്തിൽ പോയി. 3 വയസ്സായപ്പോ ഗോകുലത്തിൽ നിന്നും നന്ദഗ്രാമത്തിൽ പോയി. നാടോടികളാണ്. ഇവരുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ ഇവർക്ക് സമ്പത്ത് എന്ന് പറയുന്നത് പശുവാണ്. പശുവാണ് അവരുടെ ധനം. നമ്മൾ ധനമായിട്ട് എന്താ കണക്കിലെടുക്കുക? സമ്പത്തായിട്ട് എന്ത് കണക്കിലെടുക്കും? പ്രോപ്പർട്ടി, വീട്, പിന്നെ ഗോൾഡ്, ഇതൊക്കെയല്ലേ സമ്പത്തായി നമ്മൾ കണക്ക് കൂട്ടുക. കൃഷ്ണ ഭഗവാന്റെ കാലത്ത് സമ്പത്തായി അവർ കണക്ക് കൂട്ടുന്നത് എതിനെയാണ്? പശു. പശുവിനെ ലക്ഷ്മിയായിട്ടാണ് അവർ കണക്കിലെടുക്കുക. ഭാഗവതം പറയുന്നു, വീട്ടിൽ ഒരു പശുവും പശുക്കിടാവും ഉണ്ടെങ്കിൽ പിന്നെ ഒരു തലമുറയ്ക്കും അന്നത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ ആർക്കെങ്കിലും പശു ഉണ്ടോ? പശു ഒന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് പറയുന്നു അല്ലേ? വീട്ടിലൊരു പശുവും കിടാവും ഉണ്ടായി കഴിഞ്ഞാലും 33 കോടി ദേവീ ദേവന്മാരും പശുവിൽ ആശ്രയിച്ചു. നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുണ്ടാവും. പശുവിടെ പടത്തില് ഇന്ദ്രൻ, സരസ്വതി, എല്ലാരും അതിൽ അങ്ങനത്തെ ചിത്രം കണ്ടിട്ടുണ്ട്. 33 കോടി ദേവഗണങ്ങളും എതിൽ വസിക്കാണ്? പശു. ഈ പശു സർവ ഐശ്വര്യവും പ്രദാനം ചെയ്യും. ഒരു വീട്ടില് മുന്നിൽ ഒരു തുളസി ചെടി, പിന്നെ പറമ്പിൽ ഒരു പശു, സന്ധ്യയ്ക്ക് നാമജപം. ഈ വീട്ടിൽ യാതൊരു ദുഃഖവും വരത്തില്ല. പക്ഷെ കലികാലത്തിലെല്ലാം പോയി. അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ കുടുംബക്കാരുടെ സമ്പത്തായിരുന്നു പശുക്കൾ. അപ്പൊ ഇവർ ഒരു മേച്ചൽ പുറത്ത് പോയി അവിടെ പശുക്കളെല്ലാം കുറേ കാലം മേയുകയും ഇതൊക്കെ ചെയ്ത് കുറച്ചവിടെ കുറയുമ്പോൾ ഇവര് അടുത്ത നാട് അന്വേഷിച്ചു. നാടോടികളായവരെല്ലാം. അപ്പൊ ഭഗവാൻ ജനിച്ചത് എവിടെയാണ്? മഥുരയിൽ. രാത്രിക്ക് രാത്രി മഥുരയിൽ നിന്ന് എവിടെ പോയി? ഗോകുലത്തിൽ പോയി. അവിടെ ഇരുന്ന് ഗോകുലത്തിൽ നിന്ന് 3 വയസ്സായപ്പോൾ കൃഷ്ണൻ എവിടെ പോയി? നന്ദഗ്രാമത്തിൽ പോയി. ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് വൃന്ദാവനം. ഇവിടെ കൃഷ്ണൻ പശുക്കളെ നീക്കാൻ വരുന്ന സ്ഥലമാണ്. ഡെയിലി രാവിലെ നന്ദഗ്രാമത്തിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അവര് പാട്ടും പാടി പശുക്കളെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ എല്ലാം മേച്ചിട്ട് സന്ധ്യ ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. പക്ഷേ അവർ ജീവിതത്തിൽ അനുഭവിച്ച ആനന്ദം എന്ന് പറയുന്നത് അത്രയ്ക്കും അത്ഭുതമാണ്. നാം സന്തോഷം. അപ്പോൾ ഈ ആനന്ദവും 3 കാറ്റഗറി ഉണ്ട്. സന്തോഷം, ശാന്തി, ആനന്ദം. നമ്മൾ ഈ വാക്കുകളൊക്കെ പൊതുവെ ഉപയോഗിക്കുമെങ്കിലും 3 വേറെ വേറെയാണ്. എന്തൊക്കെയാണ്? സന്തോഷം, ശാന്തി, ആനന്ദം. സന്തോഷം ശരീരത്തിൽ നിന്ന് കിട്ടുന്നതാണ് സന്തോഷം. നല്ല വിശപ്പ്, ഭക്ഷണം കിട്ടി, തുടങ്ങിയ സന്തോഷം. മനപ്രയാസം, അതിനൊരു ഉത്തരം കിട്ടി, അപ്പൊ ശാന്തി. ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് സന്തോഷം, മനസ്സിൽ നിന്ന് കിട്ടുന്നത് ശാന്തി, ആത്മാവിലിരുന്ന് കിട്ടുന്നതാണ് എന്ത്? ആനന്ദം. അത് കിട്ടിയാൽ നഷ്ടപ്പെടില്ല. പക്ഷെ സന്തോഷവും ശാന്തിയും നഷ്ടപ്പെടും. നല്ല വിശപ്പ്, ഒരു സദ്യ കിട്ടി, അപ്പൊ എന്തായി? കഴിച്ചപ്പോ എന്തായി? സന്തോഷം. 5 മണിക്കൂർ കഴിഞ്ഞ് ദഹിച്ചു, ഈ സന്തോഷവും കൂടെ പോയി. അടുത്ത വിശപ്പാകുമ്പോ പോയി. അപ്പൊ സന്തോഷം എവിടെന്നാ കിട്ടുന്നത്? ശരീരം. പക്ഷെ കുറച്ച് സമയം ഉണ്ടാവും. ശാന്തി എവിടെന്നാ കിട്ടുന്നത്? മനസ്സ്. ഒരു പ്രയാസം വരുമ്പോൾ ആരെങ്കിലും വന്ന് നല്ല സമാധാനമായിട്ടൊക്കെ പറയുമ്പോൾ ഒരു ശാന്തി. അടുത്ത പ്രശ്നം വരുമ്പോൾ എന്താവും? ആ ശാന്തിയും കൂടെ പോകും. 3ാമത്തത് ഏതാ? ആനന്ദം. അതെവിടെന്നാ കിട്ടുന്നത്? ആത്മ. അതാണ് ഇപ്പൊ നമ്മൾ 5 ദിവസം അന്വേഷിക്കുന്നത്. ഇത് കിട്ടിയാൽ നിങ്ങൾ തിരിച്ച് 10 കൊല്ലം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നാലും 10 വർഷം മുമ്പേ ഞാൻ വൃന്ദാവനത്തിൽ പോയി, ഇതൊക്കെ കണ്ടു എന്ന് ചിന്തിക്കുമ്പോഴേ എന്താകും? ആനന്ദം വീണ്ടും കിട്ടും. അടുത്ത വിശപ്പ് വരുമ്പോ ഇന്നലെ പാൽപ്പായസം കഴിച്ചു എന്ന് വിചാരിച്ച വിശപ്പ് മാറും? മാറില്ല. സന്തോഷം, ശാന്തി, ആനന്ദം. ഇപ്പൊ നമ്മൾ ഈ 5 ദിവസവും ആനന്ദം അന്വേഷിച്ചുള്ള ഒരു യാത്ര. കാരണം ഭഗവാൻ അത്രയും ലീലകളാടിയ സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം ഭഗവാൻ ആനന്ദം നിക്ഷേപിച്ചിട്ടുണ്ട്. കലികാലത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാതെ ജീവിക്കാൻ വേറെ മാർഗമേ ഇല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചിലര് വിചാരിക്കുന്നു ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും.
പണമുണ്ടെങ്കിൽ സന്തോഷം കിട്ടുമോ? ഇല്ല. എത്ര പേർക്ക് LIC ഇൻഷുറൻസ് ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്. LICയുടെ സിമ്പിൾ ഓർമ്മയുണ്ടോ? എന്താണ്? ഒരു വിളക്കും താഴെ 2 കൈയും. അതിന്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? യോഗക്ഷേമം വഹ. ഇത് ഗീതയിലുള്ള ശ്ലോകമാണ്. കൃഷ്ണൻ പറയുന്നു അർജുനന്റെ അടുത്ത്, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അർജുന, നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ഞാൻ സംരക്ഷിക്കും. നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞാൻ നൽകുകയും ചെയ്യും. ഇതിനേക്കാളും വലിയ സെക്യൂരിറ്റി ആരെങ്കിലും തരുമോ? നമ്മുടെ കയ്യിലുള്ളത് സംരക്ഷിക്കുകയും ചെയ്യും. നമുക്ക് വേണോന്ന് വെച്ചാൽ ഭഗവാൻ തരുകയും ചെയ്യും. ഇപ്പൊ ഇൻഷുറൻസിൽ കാശ് അടച്ചു, ആക്സിഡന്റിൽ എൻ്റെ കൈ ഒടിഞ്ഞു, അവർ പുതിയ കൈ തരുമോ? അതിന് പകരം എന്ത് തരും? പണം തരും. അതിലും പിടിക്കാനുള്ളതൊക്കെ പിടിച്ചിട്ട് കയ്യിന്റെ പണം ചോദിച്ചാൽ വിരലിന്റെ പണം തരും, ഇല്ലേ? ഈ പണം കൊണ്ട് എല്ലാ നഷ്ടവും നികത്താൻ പറ്റുമോ നമുക്ക് ജീവിതത്തിൽ? ഇല്ല. എല്ലാം പോസിറ്റീവായിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. ഒരു പ്രശ്നം വന്നാൽ പണം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ജീവിതത്തിന് ഉത്തരമല്ല. ഭാഗവതം പറയുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനമാണ് ഇത് ഏക പ്രശ്നം.